നമ്മൾ ഇനി വരാൻ പോകുന്നത് പേജ് നമ്പർ 128 അല്ലെങ്കിൽ 128 പ്രഗ്നൻസി കൗൺസിലിംഗ്, അതായത് ഗർഭകാല കൗൺസിലിംഗ് എന്നുള്ള ഒരു പാഠഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രഗ്നൻസി കൗൺസിലിംഗ്? എന്തെല്ലാമാണ് പ്രഗ്നൻസി കൗൺസിൽ കൊണ്ടുള്ള ഗുണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദീസ് സർവീസസ് എൻഷുവർ ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ പ്രഗ്നൻറ്റ് വുമൻ. അപ്പോൾ ഈ പ്രഗ്നൻസി കൗൺസിൽ എന്ന് പറയുന്ന ഈ സർവീസ് നൽകുന്നത് മൂലം എന്ത് പറ്റും? ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭവതിയായിരിക്കുന്ന സ്ത്രീയുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ഓക്കെ, കൗൺസിലിംഗ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ടു ഗെറ്റ് നെസസറി ഗൈഡ് ലൈൻസ് ടു ഐഡൻറ്റിഫൈ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി. അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് സിസ്റ്റം കൊണ്ട് ഗർഭകാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്ത് മുൻപോട്ട് പോകണം എന്നുള്ളത് ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അറ്റ് ആൻ എയർലി സ്റ്റേജ് ആൻഡ് സോൾവ് ദം അക്കോർഡിംഗ്ലി. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഗർഭധാരണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രഗ്നൻസി കൗൺസിൽ ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് പ്രോപ്പർ ഗൈഡൻസ് ഓൺ ദ ഡയറ്റ് ടു ബി ഫോളോഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് ഈ പ്രഗ്നൻസി കൗൺസിലുള്ളപ്പോൾ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് വേണ്ടുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. എ ഹെൽത്തി ഹോം എൻവയോൺമെൻറ്റ്, അതായത് ഒരു നല്ല കുടുംബ അന്തരീക്ഷം ഇത് സഹായിക്കുന്നു. ഫാമിലി പ്ലാനിങ്, അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തിന് സഹായിക്കുന്നു. ഇൻ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, അതോടൊപ്പം തന്നെ മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രഗ്നൻസി കൗൺസിൽ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കുന്നു. ഇനി 143-ാമത്തെ ചോദ്യം. ഹൂ ആർ ദ ഇമ്മീഡിയറ്റ് ആൻറ്റിനാറ്റൽ ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ്? ആരെല്ലാമാണ് പെട്ടെന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രസവാനന്തര കൗൺസിലുകളും അതുപോലെ തന്നെയുള്ള ശുശ്രൂഷകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നൽകുവാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകുന്ന അവർ ആരെല്ലാം ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഹൂ ആർ ദ സർവീസ് ഓഫ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഫീൽഡ് സ്റ്റാഫ്, അതായത് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് സ്റ്റാഫുകളിൽ നിന്ന് കിട്ടും. JPHN, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൽ നിന്ന് കിട്ടും. ആശാ വർക്കേഴ്സിൽ നിന്ന് കിട്ടും. MLSP, അതായത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് കിട്ടും. പബ്ലിക് ഹെൽത്ത് നേഴ്സസ്, അതായത് പബ്ലിക് ഹെൽത്ത് നേഴ്സസിൽ നിന്ന് കിട്ടും. അംഗനവാടി സ്റ്റാഫിൽ നിന്ന് കിട്ടും. ക്യാൻ ബി അവൈൽഡ് ഇൻ ആൻറ്റിനാറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഇവരെല്ലാവരും പ്രസവ സമയത്തിന് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള സമയത്ത് ആ സ്ത്രീക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ വളരെ നൈപുണ്യം ഉള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും അനിവാര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ സഹായിക്കുകയും ഇവരെ സമീപിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇനി ഇലിസ്ട്രേഷൻ 5.6 പാച്ചുറേഷൻ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഇലിസ്ട്രേഷൻ 5.6? അവിടെ നമുക്ക് പ്രസവ പ്രക്രിയ എന്ന് പറഞ്ഞേച്ച് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ പിക്ചർ പുസ്തകം എടുത്ത് കയ്യിൽ വയ്ക്കുക. വാട്ട് ഈസ് പാച്ചുറേഷൻ? എന്താണ് പാച്ചുറേഷൻ? അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ പാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് പ്രസവം? ഇറ്റ് ഈസ് ദ നാച്ചുറൽ പ്രോസസ് ദാറ്റ് മേക്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ബിഗിനിങ് ഓഫ് ദ ന്യൂ ലൈഫ് ഔട്ട്സൈഡ് ദ വൂം. അതായത് ഈ പാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസിക്ക് അവസാനം, അതായത് ഗർഭധാരണത്തിൻ്റെ അവസാനമാവുകയും ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ്, അതായത് ഒരു പുതിയ ജീവി എവിടെയാണ്? വൂമ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് പുറത്തേക്ക് വരികയും ചെയ്യുന്ന പ്രോസസ്സ്. അതായത് പ്രഗ്നൻസിയുടെ അവസാനം കുറിച്ചുകൊണ്ട് പുതിയ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെയാണ് പാച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പാച്ചുറേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് സെർവിക്സ്. ആ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് സെർവിക്സ്. അപ്പോൾ എന്താണ് സെർവിക്സ്? സെർവിക്സ് ഈസ് എ മസ്കുലർ ടണൽ ലൈക്ക് ഓർഗൻ, അതായത് സെർവിക്സ് എന്ന് പറയുന്നത് ഒരു ടണൽ പോലെയുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ അതായത് ഉൾവശം പൊള്ളയായിട്ടുള്ള സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഒരു അവയവമാണ്. ഇറ്റ് ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ്, അതായത് യൂട്രസിൻ്റെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണുള്ളത്. ഇറ്റ് കണക്ട്സ് യൂട്രസ് ആൻഡ് വജീന. ഈ സെർവിക്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വജീന അല്ലെങ്കിൽ യോനി നാളിയെയും യൂട്രസിനെയും ഗർഭപാത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സംടൈംസ് സെർവിക്സ് ഈസ് കോൾഡ് ദ നെക്ക് ഓഫ് ദ യൂട്രസ്. ചില
സമയത്ത് ഈ സെർവിക്സിനെ എന്ത് പറയുന്നു? യൂട്രസിൻ്റെ നെക്ക് എന്നും വിളിക്കാറുണ്ട്. സെർവിക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അലാവിങ് ഫ്ലൂയിഡ് ടു പാസ് ബിറ്റ്വീൻ യൂട്രസ് ആൻഡ് വജീന. അപ്പോൾ എന്താണ് പറയുന്നത്? സെർവിക്സ് എന്താ ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. എന്താണ്? യൂട്രസിലും വജീനയും തമ്മിലുള്ള ആ ഒരു കണക്ഷനും ഫ്ലൂയിഡുകളുടെ പാസിങ്ങിനും, പ്രത്യേകിച്ചും പുരുഷ ബീജ സ്പേം അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലൂയിഡ്, ഇത് രണ്ടും യൂട്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മെൻസ്ട്രൽ ഫ്ലൂയിഡും ഫ്ലൂയിഡായിട്ട് സ്ത്രീയുടെ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന, യോനിയിൽ നിക്ഷേപിക്കപ്പെടുന്ന സ്പേം അകത്തേക്ക് പോകുന്നതിനും ഈ സെർവിക്സിലൂടെയാണ് സംഭവിക്കുന്നത്. ന്യൂ ബോൺ കംസ് ഫ്രം യൂട്രസ് ടു സെർവിക്സ് ടു വജീന ടു ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ പുതുതായിട്ട് വരുന്ന, അതായത് ജനിക്കാൻ പോകുന്ന ആ ശിശു എങ്ങനെയാണ് സംഭവിക്കുന്നത്? യൂട്രസ് ടു സെർവിക്സ്, അതായത് ഗർഭാശയത്തിൽ നിന്നും സെർവിക്സിലേക്ക് വരുന്നു, സെർവിക്സിൽ നിന്നും വജീനയിലേക്ക് വരുന്നു, വജീനയിൽ നിന്നും അമ്മയുടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അവിടെ തന്നിരിക്കുന്ന മറ്റൊന്ന് അല്ല, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വജീന എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ യോനി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ വജീന അല്ലെങ്കിൽ യോനി? വജീന ഈസ് എ മസ്കുലർ കനാൽ ദാറ്റ് കണക്ട്സ് ദ സെർവിക്സ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. വജീന എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു അവയവമാണ്. ഇതെന്താണ് ചെയ്യുന്നത്? സെർവിക്സിനെ ശരീരത്തിൻ്റെ പുറംഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദ ഫങ്ഷൻ ഓഫ് വജീന ഈസ്, ഈ വജീനയുടെ ഫങ്ഷൻ എന്താണ്? അലൗ ദ മെൻസ്ട്രേഷൻ, അതായത് ആർത്തവ സമയത്തുണ്ടാകുന്ന ആ രക്തത്തിനെ പുറത്തേക്ക് തള്ളുക. അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ്, അതായത് ലൈംഗിക ബന്ധത്തിന് സഹായിക്കുന്ന, ലൈംഗിക ബന്ധം നടത്തുക, ആൻഡ് ചൈൽഡ് ബർത്ത്, അതുപോലെ തന്നെ കുട്ടിയുടെ ജന്മം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വജീനയുടെ ഫംഗ്ഷൻ. ഒന്ന്, മെൻസ്ട്രേഷൻ ബ്ലഡ് പുറത്തേക്ക് തള്ളുക. 2, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സഹായിക്കുക. 3, കുഞ്ഞിൻ്റെ ജനനത്തിന് സഹായിക്കുക. ഇറ്റ് ഈസ് ഓൾസോ എനേബിൾ സെക്സ്വൽ പ്ലഷർ. അപ്പോൾ ഈ വജീന എന്ന് പറയുന്ന സംഗതി ഒരു സെക്സൽ, അതായത് ലൈംഗിക സംതൃപ്തിയും സുഖവും നൽകുന്ന ഒന്നാണ്. ന്യൂ ബോൺ കംസ് ത്രൂ ഫ്രം ദ യൂട്രസ് ടു സെർവിക്സ് ടു വജീന ടു ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അതായത് പുതുതായിട്ട് ജനിക്കുന്ന ആ ശിശു, നവജാത ശിശു എന്ത് ചെയ്യുന്നു? യൂട്രസിൽ നിന്നും സെർവിക്സിലേക്ക് വരുന്നു, സെർവിക്സിൽ നിന്നും വജീനയിൽ കയറുന്നു, വജീനയിൽ നിന്നും ശിശു അമ്മയുടെ ശരീരത്തിന് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഡെലിവറി എന്താണ്? വാട്ട് ഈസ് നോർമൽ ഡെലിവറി? അപ്പോൾ നമുക്ക് ഡെലിവറി നമുക്കറിയാം പലതരത്തിലുണ്ട്. ഒന്ന് 2 തരത്തിലുണ്ട്. ഒന്ന് സിസേറിയൻ എന്ന് പറയുന്നു, 2 എന്താണ്? നോർമൽ ഡെലിവറി എന്ന് പറയുന്നു, അല്ലെങ്കിൽ സാധാരണ പ്രസവം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സാധാരണ പ്രസവം എന്താണെന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. നോർമൽ ഡെലിവറി ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പെല്ലിംഗ് ദ ഫീച്ചേഴ്സ് ത്രൂ ദ വജീന. അതായത് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്? വജീനയിലൂടെ ഗർഭാശയത്തിൽ കിടന്നിരുന്ന ഫീച്ചസിനെ പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ്. ഫോളോയിങ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഓഫ് ദ യൂട്ടറൈൻ വാൾ. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് ഉണ്ടാകുന്ന സങ്കോചം നിമിത്തം ഉള്ളിലുള്ള ഫീച്ചസിനെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സാണിത്. ഓക്കെ, വെൻ ദ ബേബീസ് ഹെഡ് ഈസ് പൊസിഷൻ ടു ഫേസ് ദ വജീനൽ ഓപ്പണിംഗ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബേബിയുടെ ഹെഡ് എന്താണ്? വജീനയുടെ ഓപ്പണിങ്ങിലേക്കായിരിക്കും. ഇത് വജീന സെർവിക്സിലൂടെ വജീനയുടെ ഓപ്പണിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ദ യൂട്രസ് കോൺട്രാക്ട്സ് ആൻഡ് ദ സെർവിക്സ് ഡയലേറ്റ്സ് ടു പുഷ് ദ ബേബി ഔട്ട്. അങ്ങനെ യൂട്രസ് കോൺട്രാക്ട് ചെയ്യും, സെർവിക്സ് എന്ത് ചെയ്യും? യൂട്രസും കൂടി ഈ ബേബിയെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം നോർമൽ ഡെലിവറി എന്ന് വെച്ചാൽ എന്താണ്? ഈ യൂട്രസിൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ യൂട്രസിൻ്റെ, അതായത് ഗർഭാശയ ഭിത്തികളുടെ സങ്കോചവും സെർവിക്സിൻ്റെ സങ്കോചവും നിമിത്തം കുഞ്ഞിനെ പുറത്തേക്ക് തള്ളിക്കളയുന്ന പ്രോസസ്സിനെയാണ് ഡെലിവറി, നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വാട്ട് ഈസ് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. എന്താണ് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ ഈസ് ദ സർജിക്കൽ റിമൂവൽ ഓഫ് ദ ബേബി വെൻ നോർമൽ ഡെലിവറി ഈസ് നോട്ട് പോസിബിൾ. അതായത് സിസേറിയൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നോർമൽ ഡെലിവറി, അതായത് ഗർഭപാത്രത്തിൻ്റെ ഭിത്തികളുടെ സങ്കോചം മൂലം കുഞ്ഞിനെ പുറത്തേക്ക് തള്ളാൻ സാധ്യമല്ലാതെ വരുന്ന സമയത്ത് സർജിക്കൽ റിമൂവൽ, അതായത് ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എ റിസ്ക് ടു ദ ഹെൽത്ത് ഓഫ് ദ മദർ ഓർ ബേബി. ഇത് സാധാരണ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തിന് ഒരു ഹാനികരമായ എന്തെങ്കിലും സംഗതി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ കാണുവാണെങ്കിലാണ് സാധാരണ സിസേറിയൻ നടക്കുന്നത് അല്ലെങ്കിൽ സി സെക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സിസേറിയന് പറയുന്ന മറ്റൊരു പേരാണ് സി സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം 2 രീതിയിൽ നടക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒന്ന് നോർമൽ ഡെലിവറി എന്നും 2 സിസേറിയൻ എന്നുമാണ് നമ്മൾ അതിന് പറയേണ്ടത്. ജനനം സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് നടക്കുന്നതാണ് നോർമൽ ഡെലിവറി. നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് സർജിക്കൽ പ്രൊസീജിയറിലൂടെ എടുക്കുന്നതിനെയാണ് സി സെക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന്. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.